ഹലോ വാട്സാപ്പ് ഇത് അക്കൈനുമാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയൊരു ചലഞ്ചായിട്ടാണ്. ഓരോ ഗില്ലെടുക്കും തോറും നമ്മുടെ സെൻസിറ്റിവിറ്റി ഞാൻ ചേഞ്ച് ചെയ്തതായിരിക്കും. കറൻറ്റ് സെൻസിറ്റിവിറ്റി ഇപ്പോൾ ഇതാണ് എൻ്റെ. ഇനി ഓരോ ഗില്ലെടുക്കും തോറും ഞാൻ സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ ജയിക്കാൻ പറ്റുമല്ലേ, ജയിക്കാൻ പറ്റില്ല. റാൻഡം സെൻസിറ്റിവിറ്റികളാവും 100 മുതൽ 200 വരെ ആണ്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഡാമേജ് എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തോമസ് എടുത്തു. അപ്പോഴത്തേക്കും ഞാൻ 4 സോണിയും തട്ടാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിന്ന്. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്ന സെൻസിറ്റിവിറ്റി 0 ആണ്. ഫുള്ള് 0 ഇട്ടിട്ടാണ് കളിക്കുന്നത്. ജയിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, നോക്കി നോക്കുകയാണ്. ജയിച്ചാൽ ജയിച്ച്, അല്ലെങ്കിൽ ജയിക്കില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടു. അപ്പോൾ നമ്മൾ തോമസ് വെച്ചുകൊണ്ട് തലക്കണ്ട് കൊടുത്തിട്ടുണ്ട്, തലച്ചോറ് പൊട്ടിയാന്ന്. അടുത്ത നമ്മൾ ഇടാൻ പോകുന്ന സെൻസിറ്റിവിറ്റി ഫുള്ള് 200 ആണ്. 200 വെച്ച് കൺട്രോൾ ഉണ്ടാകുന്ന പോലും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം, ജയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ എടുക്കുന്ന തോക്ക് ഏതാണെന്ന് അവനറിയില്ല. ഓൻ്റെ എടുക്കലാണ് തോക്ക്. അപ്പോൾ ഓനെടുത്ത തോക്ക് M80 ആണ്. M80 വെച്ചിട്ട് 200 സെൻസിറ്റിവിറ്റി നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഉണ്ട് ഓനവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ റെസ്റ്റേറ്റൊന്നും കൊടുക്കാൻ നോക്കി, പറ്റില്ല. പിന്നെ എൻ്റെ കൈ എവിടെയൊക്കെ തട്ടിയിട്ട് എന്തൊക്കെയായി. നമ്മൾ M80 എടുത്ത് അടിക്കാൻ നോക്കിയപ്പോൾ നമ്മളെ തലച്ചോറ് അടിച്ച് പൊളിച്ചു. റൗണ്ട് നമ്മൾ 1 ടാപ്പ് ഒന്നും അടിക്കണ്ടാവും വിചാരിച്ചു M80 വെച്ച് കുത്തിപ്പിടിക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത് ഓന കണ്ടെയ്നറിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ടാപ്പ് അടിക്കാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കൊണ്ടില്ല. 1 ടാപ്പ് അടിക്കാൻ നോക്കിയപ്പോൾ അത് കൊണ്ടില്ല. അപ്പോഴാണ് ഓന് ഓസ്കാറിൻ്റെ എബിലിറ്റി ഇട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂ വാൾ ഓനെ അടിക്കാൻ നോക്കിയപ്പോൾ അത് കൊണ്ടില്ല. പിന്നെ M80 വെച്ച് ഓനോട് കുത്തിപ്പിടിച്ചാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നൈസായി ഒരു ഇമോട്ട് ഇട്ട് കുറച്ച് പട്ടിഷാണ്ട് ഇളക്കി. പിന്നെ അത്ര റൗണ്ട് നമ്മൾ തോക്കൊന്നും എടുക്കാതെ വെറുതെ ഇങ്ങനെ നിന്ന് ഇമോട്ട് ഇട്ട് കുറച്ച് നേരം കളിച്ച്. പിന്നെ ഓട്ടോമാറ്റിക്കലി തോക്ക് വരുമല്ലോ, ആ തോക്ക് വെച്ച് കളിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെൻസിറ്റിവിറ്റി ഈ റൗണ്ടിൽ ഇടാൻ പോണത് ഇത് ഫുള്ള് റാൻഡായിട്ടാണ്. ഓരോ സെൻസിറ്റിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ റൗണ്ടിൽ ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ സെൻസിറ്റിവിറ്റി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും വേണ്ടി നമ്മൾ M4A1 വെച്ച് അടി കൂടെ അടിച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മെഡിക്കിറ്റ് അടിച്ചിട്ട് റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രോഗണായിട്ട് ബോംബ് വാങ്ങി ഓരോന്ന് ഇടുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ M4A1 വെച്ചിട്ട് ഡാമേജ് എടുക്കാൻ കൊണ്ടില്ല. പിന്നെ നമ്മളെ എബിലിറ്റി ഇട്ടിട്ട് റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. എബിലിറ്റി ഇട്ട് നമ്മൾ റഷ് ചെയ്ത് അപ്പോഴത്തേന് ഡാമേജ് എടുത്തപ്പോഴത്തേക്കും ഓൻ്റെ ബോംബിൽ തന്നെ പെട്ട് ചത്ത്. 4ാമത്തെ റൗണ്ട് വരെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. റൗണ്ട് നമ്മളും ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഓനെ സ്കോപ്പ് ചെയ്ത് വെച്ചിട്ട് അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ പാട് ഓനിക്ക് ഡാമേജ് എടുത്ത് തുടങ്ങി. അതിന് ഓന് ഗ്ലൂ വാളിട്ട് അപ്പോൾ തന്നെ നമ്മൾ ട്രോഗൺ എടുത്തിട്ട് റഷ് ചെയ്തിട്ട് ആ ഗ്ലൂ വാളിൻ്റെ മുകളിൽ ചാടിയിട്ട് ഓനെ കുത്തി പിടിച്ചിട്ട് അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ ചലഞ്ച് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോ. ആ ചലഞ്ച് നമ്മൾ ചെയ്യുന്നത്